ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മടക്സാൻ ആണ്. ഈ മടക്കിന് പല പേരുകളുണ്ട്. കാജ, മടക്ക്, അങ്ങനെ പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ഹോട്ടലിലും അതുപോലെ ബേക്കറിയിലും ഒക്കെ നമുക്ക് കിട്ടുന്നതാണിത്. നമ്മൾ ചില്ലുകൂട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിലും ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മടക്കിനായിട്ട് വേണ്ടത് മൈദമാവാണ്. അപ്പം ഞാനിവിടെ 250 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ 2 സ്പൂൺ മൈദപ്പൊടി വേറെയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് മധുരമുള്ളതാണെങ്കിലും ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ആ ഒരു നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. പക്ഷേ വീടുകളിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് വേണം ഒഴിക്കാനായിട്ട്. അങ്ങനെ എണ്ണ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ആ മാവിന് ഒരു മുറുക്കൊന്നും ഉണ്ടാവത്തില്ല, നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടാണ്. അതിലേക്ക് കുറച്ച് 1 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തത്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് മൂടി വെക്കുമ്പം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കൂടി ഒന്ന് എണ്ണ തൂത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇത് മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി മാറ്റി വെച്ചിരുന്ന 2 സ്പൂൺ പൊടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കിയെടുക്കണം. 4 സ്പൂണോളം ഓയിൽ വേണം ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് മടക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ മടക്കുണ്ടാക്കി എടുക്കുന്നത്. ആ മടക്ക് എന്ന് പേര് വരുന്നത് തന്നെ അതിങ്ങനെ മടക്കി മടക്കിയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ലെയർ കിട്ടാനും ആ ഒരു ഒട്ടലൊന്നും വരാതെ നന്നായിട്ട് ലെയറോടുകൂടി വരാനായിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഇത് കുറേശ്ശെ ആയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതുകൂടി ഒന്ന് കലക്കി മാറ്റി വെക്കാം. ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ കുഴച്ച് വെച്ച മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം സാധാരണ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ അതിലുണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു കനപ്പ് ചുവ വരും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഒറ്റയൊന്നായിട്ടാണ് പരത്തുന്നത്. അതല്ലാതെ 2ഓ 3ഓ ആയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ ചപ്പാത്തി പലകയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് 2ഓ 3ഓ പീസ് ആക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം, കനം കുറച്ച് തന്നെ. എന്തുമാത്രം കനം കുറയ്ക്കാവോ അത്രയും കനം കുറച്ച് വേണം ഇത് പരത്താനായിട്ട്. അപ്പം ഈ ഒരു വലിപ്പത്തിൽ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത ഈ ബാറ്റർ തൂത്ത് കൊടുക്കാം. ഒരു ബ്രഷ് ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മൊത്തം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം. സൈഡൊക്കെ ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം
വീണ്ടും ഇതൊന്ന് പരത്തിയെടുക്കണം. കാരണം നമ്മളിങ്ങനെ മടക്കിയപ്പോഴത്തേക്കും അതിന് വീണ്ടും കട്ടിയാണ്. അപ്പോൾ ആ ഒരു കനം കുറഞ്ഞ് കിട്ടാനായിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. ആ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് ഈ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും മടക്കിയെടുക്കാം. അപ്പം കാജ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം ഇങ്ങനെ ഓരോ ലെയറായിട്ട് മടക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു മടക്കിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാജ കിട്ടുന്നത് തന്നെ. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, ഞങ്ങളുടെ കണ്ണൂരൊക്കെ ആണെങ്കിൽ കാജാന്ന് മടക്കെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആലപ്പുഴയിലേക്കൊക്കെ ആണെങ്കിൽ മടക്ക് സാൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒന്നുകൂടി മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി പരത്തി കൊടുക്കാം. ഇവിടെ ഈ ഓയിലിൻ്റെയും മൈദയുടെയും ബാറ്റർ മുകളിലൊന്ന് തൂത്തതിന് ശേഷം ഒരു മടക്കൂടി മടക്കണം. പിന്നെ ഇത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പരത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. ഒരുപാട് അങ്ങ് വീതിയിൽ പരത്തിയെടുക്കണ്ട. ഇപ്പം വളരെ കനം കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം സൈഡിലേക്ക് ആ കറക്റ്റ് ഷേപ്പ് ആയിരിക്കത്തില്ല അങ്ങനെ സൈഡിൽ എടുക്കുമ്പോഴേക്കും. ആ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ 7 പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ ഓരോന്നായിട്ട് എടുത്ത് വീണ്ടും ഒന്ന് നീളത്തിൽ പരത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് കാജയുടെ ഒരു ഷേപ്പും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ പരത്തിയെടുത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ വേറെ ഒരു പാനിലേക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. സൺഫ്ലവർ ഓയിലാണ്. സാധാരണ ഇത് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കാറ്. അപ്പം ഞാനിപ്പോൾ ഇതൊരു വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരുപാട് അങ്ങ് ഓയിൽ ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഈ ഓയിൽ ചൂടായോന്ന് അറിയാനായിട്ട് ആദ്യം ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ടെങ്കിൽ ആ എണ്ണ ചൂടായെന്നാണ് അതിനർത്ഥം. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് കാജി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 എണ്ണമാണ് എനിക്ക് ഒരേ സമയത്ത് 2 എണ്ണം വീതേ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഒരുപാട് അങ്ങ് എണ്ണയില്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും മറിച്ചിട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇടരുത്. അല്ല, അതുപോലെ ഹൈ ഫ്ലെയിമിലും ഇടരുത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഉള്ളു വേകാതെ തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാണെങ്കിൽ അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരുപാട് അങ്ങ് എണ്ണ കുടിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ലെയറൊക്കെ വന്നിരിക്കുന്നത് ആ ഓരോരോ മടക്കായിട്ട് തന്നെയാണ് അത് വരുന്നത്. നമ്മളത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ആ ലെയർ കാണാനായിട്ട് സാധിക്കും. ചെറുതായിട്ട് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാനായിട്ട് നിൽക്കേണ്ട. ഇപ്പം മൈദ ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാടൊന്നും വേവില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പീസും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ സിറപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആ ഷുഗർ സിറപ്പ് തയ്യാറാക്കി വരുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്തും വരും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ഏലക്ക കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഏലക്കയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി ആ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് വരും. ഈ ഷുഗറൊക്കെ മെൽറ്റ് ആയി ഒരു നൂൽ പരുവത്തിലായി വരണം, എങ്കിലേ അതിൻ്റെ ആ കറക്റ്റ് പാകം ആവത്തുള്ളൂ. അപ്പം നൂൽ പരുവമായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത ഈ ഷുഗർ സിറപ്പിലേക്ക് ഇത് ഓരോന്നായിട്ട് മുക്കിയെടുക്കണം. അപ്പം ഇതിലേക്ക് അങ്ങ് ഒരുപാട് ഇട്ട് വെക്കരുത്, പെട്ടെന്ന് തന്നെ മുക്കിങ് എടുക്കണം. ഇതുപോലെ ഓരോന്നായിട്ട് എല്ലാം ഒന്ന് ഷുഗർ സിറപ്പിൽ 2 സൈഡും ഒന്ന് മുക്കിയെടുക്കാം. അപ്പം ഇതിനകത്തേക്ക് കുറച്ചുകൂടി മധുരം ചെല്ലണം എന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഒരല്പം അകത്തേക്ക് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം എല്ലാം ഷുഗർ സിറപ്പിൽ മുക്കിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇപ്പോൾ കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇതൊരു ആ ഒരു ഷുഗറിൻ്റെ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ ചൂടോടുകൂടി ആയിരിക്കുന്നതുകൊണ്ടാണ്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെയായിരിക്കും, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.